ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണെന്ന് വെച്ചാൽ ഇതിന് രണ്ടു വട്ടം ചെയ്തിട്ടുണ്ട് സത്യമായിട്ടും. പക്ഷെ അത് എന്തുകൊണ്ടോ യൂട്യൂബിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലോ ഇടാനുള്ള ഉൾഭയം കൊണ്ടും കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടും ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് യൂട്യൂബിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഈ യൂട്യൂബ് ചാനലൊന്നും അല്ല കേട്ടോ, യൂട്യൂബിലേക്ക് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആയിട്ട് ഞാനിത് കരുതുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മേക്കപ്പ് എന്ന് പറയുന്നത് മേക്ക് അപ്പാണല്ലോ. അപ്പോൾ ശരിക്കും നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന രീതിയിൽ നമ്മളെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നതിനെ ആസ്പദമാക്കി മാത്രമാണ് മേക്കപ്പ് ഇരിക്കുന്നത്. അല്ലാതെ ഈ ഏഷ്യൻ പെയിൻറ്റ്സ് പുട്ടിയടിക്കുക അങ്ങനെയുള്ള കുറേ ട്രോളൊക്കെ ഉണ്ടല്ലോ, ആ തമാശകളാണ് എന്ന് വിശ്വസിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളല്ല ശരിക്കും. മേക്കപ്പിനെ അങ്ങനെ കളിയാക്കേണ്ട. മേക്കപ്പ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ അതാണ് എന്ന് കരുതുന്ന ആളുകളോടാണ് പറയുന്നത്. അങ്ങനെയല്ല. മേക്കപ്പ് ഒരു ആർട്ടാണ്. അത് ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളില്ലേ, അപ്പോൾ അവരത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഫീച്ചേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യുകയും നമുക്ക് മറ്റൊരാളുടെ മുന്നിലേക്ക് ലൈക്ക് നമ്മളൊരു സെലിബ്രിറ്റി ആയിട്ട് ഇറങ്ങുന്നു എന്നൊരു ഫീലൊക്കെ ഉണ്ടാക്കുന്നു എന്നതാണ് മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മേക്കപ്പ് എന്ന് കേൾക്കുമ്പോൾ ഇനി മുതൽ ആരും പുട്ടി എന്ന് പറയരുത്. അപ്പോൾ അധികം വാചകസത്തില്ലാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എപ്പോഴാണോ മേക്കപ്പ് ചെയ്യുന്നത് അതിന് മുൻപായിട്ട് ഫേസ് നന്നായി വാഷ് ചെയ്യുക. ഇപ്പം നമ്മുടെ മുഖത്ത് മറ്റ് മേക്കപ്പുകൾ ഇതിന് മുമ്പ് ചെയ്ത മേക്കപ്പുകളുടെ ബാക്കിയായിട്ടൊക്കെ ചിലപ്പം കൺമഷിയോ എന്തെങ്കിലും ഇരിപ്പുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ഡബിൾ ക്ലെൻസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു ക്ലെൻസർ ഉപയോഗിച്ച്, ജെൻറ്റിലായിട്ടുള്ളൊരു ക്ലെൻസർ ഉപയോഗിച്ച് ആദ്യം ക്ലെൻസ് ചെയ്തതിന് ശേഷം നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം വൃത്തിയായിട്ട് കഴുകിയെടുത്താലും മതി. കാരണം മേക്കപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുഖത്ത് ഒരഴുക്കും ഇല്ലാതിരിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന് നല്ലത്. ഇല്ലെങ്കിൽ സ്കിൻ ഡാമേജ് ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഹെയർ ഫ്രണ്ടിലേക്കൊക്കെ വരാണ്ട് ഇങ്ങനെ കെട്ടുക. ഇതൊക്കെ നിങ്ങളെല്ലാം യൂട്യൂബ് ചാനലിൽ കാണുന്നുണ്ട് എന്നും റീലുകൾ കണ്ട് എല്ലാവർക്കും പരിചയമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ പറയാത്തൊരു ടിപ്പ് ആരെങ്കിലും പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല, എങ്കിൽ കൂടി എൻ്റേതായ ഒരു സാധനം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൈ നന്നായി വാഷ് ചെയ്യുക. കൈ വാഷ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ മേക്കപ്പിൻ്റെ സമയത്ത് മുഖത്ത് ഏറ്റവും അധികം നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്യും. അപ്പോൾ ഈ കയ്യിൽ ഇപ്പോൾ നമ്മളിതിന് മുമ്പ് കഴിച്ച ഭക്ഷണത്തിൻ്റെയോ എണ്ണയോ ഒക്കെ ഉണ്ട് എങ്കിൽ അത് മുഖത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്നെങ്കിൽ പിമ്പിൾസ് ഉണ്ടാവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കറുപ്പൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസറാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഈ പോൺസിൻ്റെ വൈറലായിട്ടുള്ള ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസറാണിത്. ഇത് വലിയ വിലയൊന്നുമില്ല. എനിക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും ഒന്നും റേറ്റ് പറയാൻ ഇപ്പോൾ പറ്റുന്നുണ്ടാവില്ല, കാരണം പലതിൻ്റെ റേറ്റ് ഇതിന് 120 രൂപയാണ്. ഇത് വളരെ ചെറിയ പാക്ക്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഞാനിത് ചെറുത് വാങ്ങിച്ചത് എനിക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടി. ഇതിൻ്റെ വലുതിരിപ്പുണ്ടായിരുന്നു, തീരുകയും ചെയ്തു, പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. ഇതൊരു ചെറിയ എമൗണ്ട് എടുത്തിട്ട് നമ്മൾ ഫേസിലിങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, മോയ്സ്ചറൈസർ കണ്ണിന് താഴെ ഇടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. ഞാനിതിന് മുമ്പ് അത് ചെയ്തിട്ടുണ്ട്. എൻ്റെ കണ്ണിന് താഴെ ഇട്ടിട്ട് വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ അടുത്തിടെയുള്ള വീഡിയോകളിൽ ഞാൻ കണ്ടു ഇങ്ങനെ കണ്ണിന് താഴെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യരുത് എന്ന്. നെക്കിലും അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ മസ്റ്റായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു സാധനം സൺസ്ക്രീൻ. ഞാൻ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഡെർമാക്കോയിൻ്റെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വ ജെല്ലാണ്. ഈ ജെല്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിച്ചൊരിത് അൾട്രാ മാറ്റ് സൺസ്ക്രീൻ ജെല്ലും കൂടെ ഉണ്ട്. ഇതൊരു മാറ്റ് ഫിനിഷും ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിലുള്ള സൺസ്ക്രീനാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മാറ്റാണ്, കാരണം മറ്റേത് തീർന്നു. അപ്പം ഇത് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ഇതിനെപ്പറ്റി റിവ്യൂസ് ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. 2 ഫിംഗർ മെത്തേഡോ എന്തൊക്കെയോ മെത്തേഡ് ഇപ്പോൾ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനും 2 ഫിംഗർ മെത്തേഡൊക്കെ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ ഫേസിനും നെക്കിനും ആവശ്യമായിട്ടുള്ളൊരു എമൗണ്ട് എടുക്കുക. അതാണ് ശരിക്കും സൺസ്ക്രീൻ എടുക്കേണ്ട ഒരു അളവ് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ളൊരു എമൗണ്ട് എടുക്കുക. ഞാനിപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയല്ല, ഇപ്പം ഇങ്ങനെ
വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് സൺസ്ക്രീൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ സൺസ്ക്രീൻ അത് ഉപയോഗിക്കുക. ഈ 2 ഫിംഗർ എന്ന് പറയുന്നത് ഒരു അളവാണ്. ആ അളവിന് അത്രയെങ്കിലും മിനിമം നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം. ഈ സൺസ്ക്രീൻ കണ്ണിൻ്റെ താഴെയും മുകളിലും തേക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. എനിക്കിതിൻ്റെ കൃത്യമായ വശങ്ങളെപ്പറ്റി അറിയില്ലാത്തതുകൊണ്ടാണ് ഞാനത് കൂടുതലൊന്നും പറയാത്തത്. അപ്പോൾ സൺസ്ക്രീൻ നന്നായി തേക്കുക. എനിക്ക് നോസ്പിൻ ഉള്ളതാണ് കേട്ടോ, അപ്പം ഞാനത് ഊരി വെച്ചിരിക്കുകയാണ്. മേക്കപ്പ് ചെയ്യുന്ന സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് മൂക്കുത്തി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ മൂക്കുത്തി ഊരി വെക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് എൻ്റെ മൂക്കുത്തി ഒക്കെ ഇങ്ങനൊരു ഡിസൈനാണ്, അപ്പോൾ ഇതിനകത്ത് പോയാലോ എന്നൊക്കെ ഓർത്ത് ഞാനത് ഊരി വെച്ചിരിക്കുകയാണ്. എനിക്ക് പിന്നെ കാണുമ്പോൾ ഒരു വൃത്തികേടാണ്, കണ്ടാലൊരു മീൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങ് ഊരി വെച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് ഇത് ഞാൻ പറയുന്നത് ഈ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നത് ഞാൻ വളരെ ക്യാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്, അല്ലാണ്ട് ഫംഗ്ഷൻ എന്തെങ്കിലും പോകുമ്പോൾ ചെയ്യുന്ന കാര്യമല്ല. അടുത്തായിട്ട് സൺസ്ക്രീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഫിറ്റ്മിയുടെ മെബിലിൻ്റെ ഫിറ്റ്മി 330 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ വൃത്തിയായിട്ടുള്ളൊരു പാക്കേജ് ഇരിക്കുന്ന ഇതാകുമ്പോൾ ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആണ്, കുഞ്ഞാണല്ലോ. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു പഴയതും ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ കൈയുടെ ഇവിടെയായിട്ട് ഈ ഭാഗത്തായിട്ട് ഞാൻ ഒരു 2 ഡ്രോപ്പ് എടുത്തതിന് ശേഷം അത് നമ്മൾ മുഖത്തേക്ക് ഇങ്ങനത്തെ അപ്ലൈ ചെയ്യുന്നു. ഞാൻ കണ്ണാടിയിലേക്കൊന്ന് നോക്കട്ടെ. ഇങ്ങനെ അപ്ലൈ ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, കഴുത്തിലും മേക്കപ്പ് ചെയ്യണം എന്ന് പറയും. അത് നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് നമ്മുടെ സാധാരണ സ്കിന്നിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ കഴുത്തിലേക്ക് ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ കഴുത്തും മുഖവും തമ്മിൽ മാച്ചാണ് വെച്ചാൽ നമ്മുടെ സാധാ സ്കിന്നായിട്ട് തന്നെ മേക്കപ്പ് നിൽക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. അല്ല, അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്, മറ്റേ നോ മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള മേക്കപ്പാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മേക്കപ്പ് നിങ്ങളുടെ സ്കിന്നുമായി ബന്ധപ്പെട്ടിരിക്കും, സ്കിന്നിൻ്റെ ടെക്സ്ചറുമായി ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് നെക്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ യൂഷ്വലി നെക്ക് ചെയ്യാറില്ല. അപ്പം അത് നമ്മളിങ്ങനെ ഒരു സ്പഞ്ചിങ് ബോൾ എടുത്തിട്ട് ഇത് നനയ്ക്കുന്നതാണ് കുറച്ച് നല്ലത്. കാരണം നനച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വളരെ മെല്ലെ ഇങ്ങനെ ഞാൻ കൺസീലർ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. കൺസീലറൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ കൺസീലർ ഉപയോഗിക്കുന്നതിന് പകരം ഫൗണ്ടേഷൻ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, മേക്കപ്പ് നമുക്ക് പല രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പം എല്ലാവരും പടം വരയ്ക്കാറുണ്ട്. ചുണ്ടിലൊക്കെ പോയി പടം വരയ്ക്കാറുണ്ട്, അതിന് നിറം കൊടുക്കാറുണ്ട്. ഇതെല്ലാം എല്ലാവരും ഒരുപോലെയാണോ ചെയ്യുന്നത്? അല്ല, എല്ലാവരും പല രീതിയിൽ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നു. അപ്പം നന്നായി പടം വരയ്ക്കുന്ന എത്ര പേരുണ്ട്. പക്ഷെ അവർ അതിനുവേണ്ടി എടുക്കുന്ന പ്രോസസ്സ്, ആ ഒരു സമയം, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുപോലെയാണോ? അല്ലതാനും പലരും പല രീതിയിലല്ലേ. ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ നിങ്ങളുടെ സ്കിന്നിന് വേണ്ട രീതിയിൽ ഇന്നതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഏറെക്കുറെ ഒരുപോലെ ആട്ടോ ചെയ്യേണ്ടത്. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണ് വേണ്ടത്. യെസ്, ഇപ്പം എന്നെ കണ്ട ഞാനല്ലെന്ന് പറയുമൊന്നുമില്ലല്ലോ, ഇല്ലെന്ന് തോന്നുന്നു. ശേഷം നമ്മൾ ഇടേണ്ടത്, എനിക്ക് ഒരു ഓയിലി ആയിട്ട് ഇരിക്കാതിരിക്കുക, എനിക്ക് കുറച്ച് മാറ്റായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഇതുള്ളത് കൊണ്ട് നമ്മളൊരു സെറ്റിംഗ് പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്ന ഐറിക്കിൻ്റെയാണ്. എനിക്കിതിൻ്റെ വില കൃത്യമായി അറിയില്ല. ഐറിക്കിൻ്റെ ഇതിൻ്റെ ഷെയ്ഡ് ഞാനിപ്പോൾ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് ഉള്ളത് അനുയോജ്യമായിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ഏർത്തി ടാൻ 1202 എന്നാണ് കിടക്കുന്നത്. 1202 അത്. അപ്പം ഇത് തീരാറായി ഏറെക്കുറെ. ഇത് കുറച്ചെടുത്ത് ഇങ്ങനെ കണ്ണിനടിയിൽ ഫേസ് മുഴുവൻ ഇടണമെങ്കിൽ ഇടാട്ടോ. ബ്രഷ് ഉപയോഗിച്ചും ചെയ്യാൻ കേട്ടോ. അത് ഞാൻ കാട്ടിത്തരാം. ഇങ്ങനെയൊരു ബ്രഷ് എടുക്കുക. നിങ്ങളുടെ ഈ മേക്കപ്പിന് വേണ്ടി ചെയ്യുന്ന സാധനങ്ങളില്ലേ, ഈ സ്പിഞ്ച്, ഈ ബ്രഷ്, ഇതൊക്കെ എപ്പോഴും വൃത്തിയാക്കി വെക്കണം. ഇതൊക്കെ കഴുകി, ഇതിൻ്റെ ഇട്ടത്തെ കളറാട്ടോ, ഇതൊക്കെ കഴുകി വൃത്തിയാക്കി എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്നും ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്ക് ഇഷ്ടം മറ്റേതാണ്. അതിൻ്റെ കൂടെയുള്ളൊരു ആപ്ലിക്കേറ്റർ ഇല്ലേ,
അത് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. തീർന്നു. അടുത്തതായി നമ്മൾ പുരികം എഴുതാൻ പോവുകയാണ്. പുരികം എഴുതാൻ ഞാൻ സാധാരണ മറ്റേ മാഴ്സിൻ്റെ ഒരു പഴയതല്ല, ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നൊരു പെൻസിലാണ്. ഇത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതിനറ്റത്തൊരു ചെറിയ ബ്രഷൊക്കെ ഉണ്ട്, നല്ല രസമല്ലേ, ഇങ്ങനെ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് എന്നിട്ട് നമ്മൾ ഈ സാധനം കൊണ്ട് ബ്രഷ് കൊണ്ട് ശേഷം നമ്മൾ ഐ മേക്കപ്പിലേക്ക് കിടക്കുകയാണ്. ഐ മേക്കപ്പ് എന്നല്ല, കണ്ണെഴുതണം, അത്രേ ഉള്ളൂ. അവിടെ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ആരും ഐ മേക്കപ്പൊക്കെ ചെയ്യുന്നവരുണ്ടാവും. ഞാൻ ചെയ്യില്ല. നമ്മൾ മെബിലിൻ്റെ മറ്റേ കൊളോസൽ കാജലില്ല, എനിക്കിതിൻ്റെ ബ്ലാക്ക് ഇല്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊരു നല്ല രസം, എഴുതി കഴിഞ്ഞാലും ഒരു നല്ല കറുപ്പായിരിക്കും. കണ്ണെഴുതാതെ പുറത്ത് പോകാത്ത ചിലരില്ലേ, ഞാനും അത്തരത്തിലുള്ള ആളാട്ടോ. കണ്ണെഴുതിയില്ലെങ്കിൽ എന്നെ കണ്ട എന്തോ പോലെ. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കണ്ണെഴുതുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വാട്ടർ ലൈനിൽ നല്ല തിക്കായിട്ട് എഴുതിയാണ് ഞാൻ പോവുക. പക്ഷെ ഞാൻ 1 തൊട്ട് 10 വരെ പഠിച്ച സ്കൂളിൽ എന്നെ കണ്ണെഴുതാൻ സമ്മതിക്കില്ലായിരുന്നു. എനിക്കെന്ത് വിഷമമായിരുന്നറിയോ, അന്ന് കണ്ണെഴുതാണ്ട് പോകണം, കണ്ണെഴുതാണ്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ വാശിക്ക് 10 കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നവരെ കണ്ണെഴുതാതിരുന്നിട്ടില്ല. കണ്ണെഴുതാണ്ടൊക്കെ ഇരിക്കും. പിന്നെ നമ്മുടെ ഈ വാട്ടർ ലൈനില്ലേ, ഇത് മുകളിലത്തെ വാട്ടർ ലൈനിലും നമ്മൾ എഴുതി കൊടുത്താൽ ഉള്ള ഗുണം എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ പറയുകയാണ്. ഒരു യൂട്യൂബ് ചാനലല്ലേ, ഇതൊക്കെ പറയണല്ലോ. ഇത് എഴുതി കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം, താഴെ നമ്മൾ എഴുതിയ സാധനമല്ലേ അത് പരക്കാണ്ടിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ എല്ലാവർക്കും തോന്നുന്നു. സത്യത്തിൽ ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഞാൻ പലവട്ടം പറയുന്നുണ്ട്. പക്ഷേ യൂട്യൂബ് ചാനലൊന്നും അല്ല, ചാനലാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്താണേലും ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ്, ഞാനിതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വളരെ മാന്യമായിട്ടൊക്കെ. ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ഇങ്ങനെയൊക്കെ പിടിക്കും. ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ എഴുതുന്ന കാണുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, കണ്ണൊക്കെ പറഞ്ഞ് കൈ വരുമോ? വരില്ല, ഒന്നും സംഭവിക്കില്ല. എൻ്റെ കണ്ണിന് ഇതൊക്കെ ശരിയായി. കണ്ടോ, കണ്ണെഴുതിയപ്പോൾ തന്നെ എന്നെ കണ്ട വേറൊരു ലുക്കായില്ല. ശേഷം നമ്മൾ ചെയ്യേണ്ടത് മസ്കാര. നിങ്ങൾക്ക് മറ്റേ സ്മോക്കി കാണിച്ചു തരാം ഞാൻ. നമ്മളിപ്പോൾ ഉപയോഗിച്ച കാജൽ തന്നെ എടുക്കുക. ശേഷം മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഐലൈനർ എഴുതുന്ന പോലെ 2 കണ്ണിലും ചെയ്യുക. ഇത് മറ്റേ മീഷോ സ്മോക്കി ചെയ്യുക കേട്ടോ, അല്ലാണ്ട് ഇതല്ല ഒറിജിനൽ സ്മോക്കി. നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങുന്ന പോലെ. ഇതിന് ശേഷം നമ്മുടെ ഈ ചൂണ്ടുവിരൽ ഇതെടുത്തിട്ട് ഇങ്ങനെ കണ്ണ് അടച്ച് മുഴുവനായിട്ട് അടയ്ക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. ജസ്റ്റ് വളരെ മെല്ലെ ഇങ്ങനെ തൊട്ടില്ല, കണ്ട തൊട്ടില്ല. എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടോ, ചെറുതായിട്ടൊരു സ്മോക്കി. ഫ്രണ്ട്സ് കാണാമോ? നോക്കൂ, ഇതും അങ്ങനെ തന്നെ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിന് ഫിനിഷിംഗ് ഇല്ല. ശരിക്കും ഇതിന് ഫിനിഷിംഗ് ഉണ്ട്. നോക്കിക്കോ, കണ്ടോ, മീഷോ സ്മോക്കി ചെയ്യാണിത്. കാണാമോ? എനിക്ക് ഈ വീഡിയോയിൽ എത്ര കാണാൻ പറ്റുമെന്നറിയില്ല. കണ്ട സ്മോക്കി കിട്ടും. ശേഷം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഇതിപ്പോൾ വളരെ കുറച്ചാണ്. ഈ ഇതിൽ നല്ല കരി ഉണ്ടാവാറുണ്ട്. അത് ഇങ്ങനെ ഒരു കോട്ടൺ പാഡോ ലൈക്ക് ടിഷ്യോ എന്തെങ്കിലും എടുക്കുക. എടുക്കുക. നമ്മുടെ മേക്കപ്പ് റിമൂവറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ നനയ്ക്കുക, വൈപ്പ് ചെയ്ത് കളയുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സാധനം അവിടെ ഇവിടെയൊക്കെ തൊട്ട് പിന്നെ നമ്മൾ ചെയ്ത മേക്കപ്പിൻ്റെ മുകളിലേക്ക് എക്സ്ട്രാ ആയിട്ടൊക്കെ വരും, പിന്നെ നാശമാവും. അപ്പോൾ അതവിടെ കൊണ്ട് തീർന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മസ്കാര. ഞാൻ എന്നും ഉപയോഗിക്കുന്ന ഒന്നല്ല, എന്നാലും ഇപ്പം മേക്കപ്പൊക്കെ ഉപയോഗിക്കട്ടെ. എനിക്ക് തന്നെ തോന്നും ഞാൻ കുറച്ച് പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ചു.
പണ്ട് ഈ സാധനത്തിൻ്റെ പരസ്യം ടി വി വരുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലൊന്നും അത്ര അവൈലബിൾ ഒന്നും അല്ല, എല്ലായിടത്തൊന്നും കിട്ടത്തൊന്നുമില്ലായിരുന്നു. അവൈലബിൾ അല്ലാത്തല്ല, എനിക്ക് വാങ്ങി തരാത്തതാണെന്ന് തോന്നുന്നു. എന്തിനാട്ടെ. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിനകത്തൊക്കെ ഇങ്ങനെ കാണുമല്ലോ, ഇങ്ങനെ കാണുമ്പോൾ കാമുകനിങ്ങനെ വരുന്നു, ആൺകുട്ടികളൊക്കെ പ്രപ്പോസ് ചെയ്യുന്നു. ഞാൻ വിചാരിച്ചായിരുന്നു നമസ്കാരമൊക്കെ എഴുതി ആൺകുട്ടികൾ വരും പ്രപ്പോസ് ചെയ്യുന്നൊക്കെ. എന്തുകൊണ്ടോ അത് നടന്നില്ല. നടക്കുന്ന സമയമായപ്പോഴത്തേക്കും പ്രായം കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. അതൊക്കെ വേറെ മാറ്ററായി പോയി. അതിനുശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക്, എൻ്റെ പ്രധാനപ്പെട്ട ഐറ്റത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഫ്രണ്ട്സ്. പ്രധാനപ്പെട്ട ഐറ്റം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യം ഒരു ലിപ് ബാം. ഞാൻ ലിപ് ബാം കുറച്ച് ഇട്ടിട്ടുണ്ട്, എന്നാലും എനിക്ക് കുറച്ച് വേണം. എന്നിട്ട് ഞാൻ തൂത്ത് കളയും കേട്ടോ. ഇത് മറ്റേ സെബാമെഡിൻ്റെ കണ്ട SPF 30 ഒക്കെ ഉണ്ട്. ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് എൻ്റെ ചുണ്ടിൽ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഓൾറെഡി എൻ്റെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പാണ്, എങ്കിലും കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ മറ്റേ പഴയ ചുണ്ടായിട്ട് ഇത് എൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു കളറാണ്. ഇതിനകത്തേക്ക് വന്നത് ഞാനിങ്ങനെ കണ്ടു, സൺസ്ക്രീൻ നമ്മൾ സ്കിന്നിന് ഉപയോഗിക്കുന്ന പോലെ തന്നെ ലിപ്പിന് വേണം പോലും. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചായിട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ ഡെയിലി ആയിരുന്നു ചോദിച്ചത്. അത് നല്ല കേട്ടോ. ഇത് നല്ലതല്ല, ഇത് മാത്രം ഇട്ടിട്ട് പോയാൽ മതിയോ? വേണ്ട. ഇപ്പം നമ്മളിതൊരു കോട്ടൺ എടുത്തിട്ട് ഒന്ന് കുറച്ചൊരു പൊടിക്ക് തൂത്ത് കളയുക. തൂത്ത് പോയി. ശേഷം നിങ്ങൾ എന്നോട് ലിപ്സ്റ്റിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഒന്ന് മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്ന് മാത്രമായി പറയാൻ പറ്റാത്തൊരു ഹതഭാഗ്യമാണ് ഞാൻ 3-4 ലിപ്സ്റ്റിക്കൊക്കെ ഒരേ സമയം യൂസ് ചെയ്യും. ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്പ് ലൈനർ. നമ്മൾ ലിപ്പ് ലൈനറല്ല, ലിപ്പ് ലൈൻ ചെയ്യും. ലിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ആക്ച്വലി ലിപ്പ് ലൈനർ അല്ല, മറിച്ച് ലാക്മേയുടെ ഒരിടയ്ക്കിറങ്ങിയ മറ്റേ ഭയങ്കര സാധനമല്ലേ, ഒത്തിരി കളർ ഇങ്ങനെയുള്ള ആ ലിപ്സ്റ്റിക്, മറ്റേ ഇതാണ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ബ്രൗൺ എസ്പ്രസോ എന്ന് പറയുന്ന ഈ സാധനം, എസ്പ്രസോ. ശരിക്കും ഇത് അത് തന്നെയാണ്, കാപ്പി പോലത്തെ. ഇത് കണ്ട അതിൻ്റെ ഇതൊക്കെ പോയി. കാപ്പി പോലെയാണ് ഇതിരിക്കുന്നത്. കണ്ട കാപ്പി കളറാണ്. കാപ്പി പോലെയാണ്. മണമൊന്നുമില്ല. ഇത് വെച്ച് ഞാനിങ്ങനെ സ്ക്രീനിൽ നോക്കി വരയ്ക്കാൻ പറ്റുമല്ലേ? കൊള്ളാം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ചെയ്ത കോമഡി ആയോ? ഞാനിങ്ങനെ ലൈൻ ചെയ്യും. കാരണം എൻ്റെ ചുണ്ട് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പാണ്, അതുകൊണ്ട് ഞാനത് ലൈൻ ചെയ്യണം. ഞാൻ ലൈനർ അങ്ങനെ ഉപയോഗിക്കാറില്ല എന്ന് മാത്രം. മോസ്റ്റ്ലി ഇങ്ങനെ വരയ്ക്കാറാണുള്ളത്. ശേഷം ലാക്മേയുടെ തന്നെ 9 to 5 എന്ന് പറയുന്ന ആ ഒരു സെറ്റ് ഇറങ്ങിയില്ലേ, അതിനകത്തെ എന്തായിരുന്നു ഇതിൻ്റെ കൊക്കോ സോഫ്റ്റ് അങ്ങനെ എന്തോ. യെസ്, കൊക്കോ സോഫ്റ്റ്. ഇതാണ് സാധനം. ഇത് ഞാൻ ആക്ച്വലി ഞാൻ ഡിഗ്രി 3rd ഇയറിൽ ഇത് വാങ്ങിച്ചു. ഇത് ഏറ്റവും നന്നായി ഞാൻ ഉപയോഗിച്ചത് PG സമയത്തായിരുന്നു. PG സമയത്ത് ഇത് മാത്രം ഇട്ടുണ്ടാവുക, കാരണം ഇത് മാത്രം ഇടുമ്പോൾ അങ്ങനെ ലിപ്പിലുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെയാണല്ലോ നമ്മൾ ലിപ്സ്റ്റിക് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് തന്നെ. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ വാരിപ്പൊത്ത് കണ്ടോ, ഒരു ഓറഞ്ച് ഷെയ്ഡല്ലേ. ഈ ഷെയ്ഡ് ശരിക്കും ആർട്ടിഫിഷ്യലാണ്. കസ്റ്റമൈസ്ഡാണ്. പലതിൽ നിന്ന് ഞാൻ രൂപപ്പെടുത്തിയ എൻ്റെ മാത്രം പരീക്ഷണശാലയിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഷെയ്ഡുകളാണ് ഇതൊക്കെ. അടുത്തതായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മേബിലിൻ്റെ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടില്ലേ, എന്തായിരുന്നു അത്, മേബിലിൻ്റെ എന്തായിരുന്നു, സൂപ്പർ സ്റ്റേ. അതിനകത്തെ ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ 130 എക്സ്ട്രാ എന്ന് പറയുന്ന ഷെയ്ഡ്. ഇത് ഇങ്ങനെ ഇരിക്കും. ഈ സാധനം, ഇതിനെപ്പറ്റി പല റിവ്യൂവും ഞാൻ കേട്ടു. ശരിക്കും ഇത് അവർ പറയുന്നത് സൂപ്പർ സ്റ്റേ എന്നാണ്. അങ്ങനെ ഭയങ്കര സൂപ്പർ സ്റ്റേ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഒരു ഗ്ലോസി ഫിനിഷൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ നല്ലതാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്ര വർത്താണോ എന്ന് എനിക്കറിയില്ല.
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് വെർത്തായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ഇത്തരത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന, മിക്സ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് കളർ ഷെയ്ഡുമായി ബന്ധപ്പെട്ട് സാമ്യമുള്ള ഒന്ന്, ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, സാമ്യമുള്ള ഒന്നാണ് ഇതെന്ന് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ പല ഷെയ്ഡും അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്കൊരു ലിപ് ഗ്ലോസ് എന്ന നിലയിൽ ഇത് ഉപയോഗിക്കാം. അത്രയേ ഉള്ളൂ. ഞാനിത് ജസ്റ്റ് ഇത് കണ്ടോ, ഈ ഇന്നർ പോർഷനല്ലേ അവിടെ ഒന്ന് കൊടുക്കും, കൊണ്ടോ. അപ്പം നമ്മുടെ ചുണ്ടിൻ്റെ മാറിയില്ലെന്ന് ആര് പറഞ്ഞാലും ഞാൻ മാറിയെന്നേ പറയുള്ളൂ. സത്യത്തിൽ ഈ മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ആളുകളെ ബോധിപ്പിക്കാൻ ചെയ്യുന്നതല്ല. ശേഷം മേക്കപ്പ് കഴിഞ്ഞാൽ മൂക്ക് തരുവാണ്ടോ, എൻ്റെ മൂക്ക് കുത്തിയതാണ്. മേക്കപ്പ് എന്ന് പറയുന്നത് മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് മേക്കപ്പ്. കാരണം ഈ പറയുന്നത് ഞാൻ കാര്യം ചെയ്യണം, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ കണ്ണെഴുതിയത് അവർ ഇന്നർ കോർണറിൽ എഴുതിയിട്ടുണ്ടോ, അവർ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ടുണ്ടോ, അവർ കോണ്ടോർ ചെയ്തിട്ടുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ കൺസീലർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുമോ ആരെങ്കിലും? ഇല്ല. പക്ഷെ നമ്മളിൽ അത് ശ്രദ്ധിക്കും. അയ്യോ എൻ്റെ ഇവിടെ ഒരു പിമ്പിൾ ഇതുണ്ട്, എൻ്റെ ഇവിടെ ഒരു കറുത്ത ഇത് വന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിമ്പിൾ വന്നു, അല്ലെന്നുണ്ടെങ്കിൽ പോട്ടെ എനിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടായി, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പുരികം വളർന്നു എന്നൊക്കെ നമ്മളിലാണ് ശ്രദ്ധിക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കില്ല. മേക്കപ്പ് അവനവന് വേണ്ടിയുള്ളതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ എങ്ങനെ കാണുന്നു എന്നാണ് നമുക്ക് നമ്മുടെ ഒരു തൃപ്തി. ആ ആത്മവിശ്വാസം മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് ആത്മവിശ്വാസം കൂടുമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആളുകളുണ്ട്. നമുക്ക് നമ്മളെ ഭംഗിയായി കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമില്ലേ, അത് തന്നെ, ആ വാക്ക് തന്നെ പറഞ്ഞു വന്നപ്പോഴാണ് കിട്ടിയത്. നമുക്ക് നമ്മളിലുണ്ടാകുന്ന ആത്യന്തികമായ സന്തോഷമാണ് മേക്കപ്പ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലർക്കും പലതായിരിക്കാം. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നതാണ്, എനിക്ക് എന്നെ വളരെ ഭംഗിയായിട്ട് കാണാം. അത് മറ്റുള്ള ആളുകൾ എങ്ങനെ എന്നെ കാണുന്നു എന്നതിലല്ല, എനിക്ക് എന്നെ ഭംഗിയായി കാണാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഞാൻ മേക്കപ്പ് ഇല്ലാണ്ട് ഭയങ്കര മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ല, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ് ഞാൻ മേക്കപ്പിനെ, അതൊന്നുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം. മേക്കപ്പ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം, ആ സന്തോഷമാണ് നമ്മളിതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്സ്. അത് നിങ്ങൾക്കും കിട്ടട്ടെ. അടുത്തതായിട്ട് നമ്മൾ മേക്കപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പം ചെയ്യാനുള്ളത് പൊട്ട് വെക്കുക എന്ന് പറയുന്നൊരു ഇതിനകത്താണ്. ഞാനിപ്പോൾ പൊട്ട് വെക്കാൻ പോകുന്നത് ഇങ്ങനെ ആലോചിച്ചു. വട്ടപ്പൊട്ട് വെക്കണോ ഗോപി പൊട്ട് വെക്കണോ? ഗോപി പൊട്ടൊക്കെ ഇപ്പോൾ ട്രെൻഡായിട്ടോ. ഗോപി പൊട്ട് വെച്ചോ അല്ലേ? അല്ലേ? വട്ടപ്പൊട്ട് വെക്കണോ? ഒരു വഴിക്കും പോകാതിരിക്കുവാണല്ലോ, എന്നാൽ പിന്നെ ഇത് തന്നെ വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഫേസിൻ്റെ ഒരു ഞാൻ ഇപ്പോൾ ഈ പൊട്ട് മറ്റേ സാധാരണ കുഞ്ഞു പൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്നത്. അങ്ങനെ എനിക്ക് എന്നെ കണ്ടിട്ട് അറിയില്ല, ഈ ലൈറ്റിൽ എൻ്റെ സ്കിന്ന് ഫേസും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ട് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഞാൻ കൊള്ളാം, കുഴപ്പമില്ല കൊച്ച് എന്നൊരു സാധനം നമുക്ക് വരില്ലേ, എനിക്കിപ്പോൾ അതുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇങ്ങനെ തന്നെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവകാശപ്പെടില്ല. ഇങ്ങനെയും ചെയ്യാം. ഞാൻ പറയുന്നത് യൂസ് മോയ്സ്ചറൈസർ, യൂസ് സൺസ്ക്രീൻ. ഇത് രണ്ടും, മോയ്സ്ചറൈസറിന് ശേഷം സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മേക്കപ്പിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പം ചിലർ കോണ്ടോർ ചെയ്യും, ചിലർ ഞാൻ ഉപയോഗിച്ച ഫൗണ്ടേഷന് പകരം ചിലർ ഉപയോഗിക്കുന്നത് കൺസീലർ ആയിരിക്കും പൊതുവെ. കൺസീലർ അങ്ങനെ അത്യാവശ്യം നമുക്ക് ഡാർക്കായിട്ടുള്ള സ്പോട്ടുകളിൽ ഉപയോഗിച്ചിട്ട് പുറത്ത് പോകുന്നവരുണ്ട്, അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ ഈ ബ്ലൗസ് ഒരു സാരിയുടെയാണ്. ഇത് സെറ്റ് മുണ്ടില്ലേ, സെറ്റ് മുണ്ടിൻ്റെ മറ്റേ ധാവണി കൊടുക്കുന്ന മറ്റേ പോർഷനല്ലേ, അതിൻ്റെ പേരെന്താണെന്ന് ഓർക്കുന്നില്ല, നേരിയതോ എന്തൊരു സാധനം, അത് മറ്റേ ഇതിൻ്റെ തന്നെ പാവാടയാണ്, സെറ്റിൻ്റെ പാവാടയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഫുള്ള് ഞാൻ കാട്ടിത്തരാം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് മാല
കമ്മൽ. അപ്പം നമ്മൾ ആ കുഞ്ഞുമാല മാറ്റി നമ്മളൊരു വലിയ മാല ഇടുകയാണ്. ഇതൊരു നെക്ലേസ് പോലത്തെ മാലയാണ്. ആ മാല എനിക്ക് ഇങ്ങനത്തെ മാല ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയല്ലേ? മാല മാറി ശേഷം ഒരു ജിമുക്ക, ഉപയോഗിച്ചു. അപ്പോൾ മുടി ഇങ്ങനെ ഒന്ന് ചുമ്മാ ഇങ്ങനെ കെട്ടുന്നതേ ഉള്ളൂ. ഒരു സ്പൈഡർ ലിപ്പും കൂടി ഇട്ട് സിമ്പിൾ. ഇതിപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ചിലപ്പം കുറേ ലെങ്ത് ഉണ്ടാവാം. ഇത്ര സമയം എടുക്കില്ല. നിങ്ങളൊരു സാധാരണ ഇത്ര മേക്കപ്പ് ചെയ്യുന്നതിന് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഇത് ഇത്രയുള്ള എൻ്റെ മേക്കപ്പ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ഇടാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.